ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. നിങ്ങളുടെ ടാലൻറ്റ് അത് മറ്റുള്ളവർ അംഗീകരിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയം എവിടെ നിന്നൊക്കെയോ സഹായം വരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരും സഹായത്തിനില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ നിങ്ങളിലേക്ക് കുറച്ച് ആൾക്കാർ കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് ആരൊക്കെയോ നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ പഠിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ അവിടെയൊക്കെ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ കൂട്ടായ പ്രവർത്തനത്തോടെ വലിയൊരു അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ചില സൃഷ്ടികൾ ഇവിടെ രൂപം കൊടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ അതിന് മറ്റുള്ളവരുടെ അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ കുറേയധികം ആളുകൾക്കിടയിൽ നിങ്ങൾക്കൊരു സ്റ്റാർ ആകാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ രണ്ടാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 10 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ പ്രതീക്ഷയോടെ കൂടുതൽ അധ്വാനിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, പക്ഷേ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊരു ചിന്തയിലാകാം നിങ്ങൾ. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒന്നും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയിലെ ഫുൾ ഉത്തരവാദിത്വവും ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമായിരിക്കാം ഉള്ളത്. അപ്പോൾ നിങ്ങളതിൽ സന്തോഷം കണ്ടെത്തുന്നുമുണ്ടാകാം. എന്നാൽ ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾ അമിതമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ കൂടെ ശ്രദ്ധിക്കാൻ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഒരു സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങൾ അത് നിങ്ങൾ വിട്ടുകൊടുക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. ഒരു ടീമായിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രം കുരുങ്ങിയിരിക്കുന്ന ചില ആളുകളുടെ എനർജിയാണിത്. നമ്മളിലുണ്ടായ പ്രശ്നങ്ങൾ അതിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഇറങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കാര്യമോർത്ത് വിഷമിച്ചിരിക്കാതെ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ നന്ദി പറയണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നഷ്ടം വന്നതൊക്കെയും
നമുക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് എത്താൻ ദൈവം തന്നെ തന്നൊരു വഴിയാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു നിരാശയിലും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും മാത്രം ഇരിക്കുന്നതിനാൽ നിങ്ങൾക്ക് മുന്നിൽ ദൈവം തന്നിട്ടുള്ള ആ ഒരു അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും പുറത്തിറങ്ങി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആ ഒരു പരിപാടിയൊക്കെ നിർത്തി നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ മജീഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് നടക്കുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതായത് എന്നെക്കൊണ്ടൊന്നിനും പറ്റൂല, എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ ഒഴിവാക്കി കളയുക. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോയിട്ട് വീണ്ടും അത് മാനിഫെസ്റ്റ് ആകും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വിചാരിക്കും തോറും നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാൽ ഇത് തന്നെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് തന്നെ വീണ്ടും മാനിഫെസ്റ്റ് ആകും, വീണ്ടും റിയാലിറ്റിയിലേക്ക് വരും. അതിനാൽ എപ്പോഴും നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ആ നല്ലത് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സന്തോഷം കൊണ്ട് തന്നെ കുറേ നെഗറ്റിവിറ്റി നമ്മളിൽ നിന്നും പോകും. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ചിന്തകളും നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ ഒരു സമയം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാജിക് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ആക്ഷൻ ഈ ഒരു സമയം നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജീവിതത്തിലൊരു മാജിക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു നിരാശയിലും ഈ ഒരു ദുഃഖത്തിലും അല്ലെങ്കിൽ നഷ്ടബോധത്തിലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു നിരാശയിൽ നിന്നും പുറത്തിറങ്ങി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നന്ദി പറയാനുള്ള അവസരങ്ങളും അതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ തീവ്രമായൊരു പ്രണയം ആരോടോ തോന്നുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു പ്രണയം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. അതിന് നിങ്ങൾ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു കാര്യം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അത്രമാത്രം ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ചില വ്യക്തികളോട് ഈ സമയം തോന്നാം. ചിലപ്പോൾ ഇത് വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷനും ഒരു ഇൻറ്റിമസിയും ഒക്കെ തോന്നാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പ്രണയം എത്തിച്ചേരുന്നൊക്കെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത് പെട്ടെന്ന് വന്നു പോകുന്ന ഒരു പ്രണയമായിരിക്കാം. അതിനാൽ തന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. ചിലർ ഒരു ബിസിനസ് ട്രാവലൊക്കെ ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തൊരു ട്രാവൽ ആയിരിക്കാം ഇത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവൽ ഇതിൽ ചില ആളുകൾക്കുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് വളരെ സ്പീഡിൽ ഒരു താമസവും ഇല്ലാതെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ
നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളാകാം അതൊരു പക്ഷേ പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളായിരിക്കാം. അത് ഈ ഒരു സമയം നിങ്ങൾ സ്പീഡിൽ ചെയ്ത് പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരാം. മാത്രമല്ല, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന 1, 2, 3 കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം എന്നും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വിജയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നും എന്നുള്ളതാണ്. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നാലോചിച്ച് ഒരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ എത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് അതുണ്ടാവുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില വ്യക്തികളെ കാണാൻ സാധിക്കുന്നതാവാം. ഒരുപക്ഷെ ബിസിനസ്സിലൊക്കെ പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് ഈ ഒരു സമയം സാധ്യമാകുന്നതുമാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാലന്റ് പുറത്തെടുക്കാനുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നതുമാകാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എത്തുന്നതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്ക് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കുമുള്ളൊരു വ്യക്തത വരുന്ന ഒരു സമയമാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ ലോജിക്കായിട്ട് കൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരുപോലെ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ചില കാര്യങ്ങളിൽ നിങ്ങളൊരു ബൗണ്ടറിയൊക്കെ വെക്കും എന്നുള്ളതാണ്. ആരോടെങ്കിലും എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കും. അതായത് ആരോടും അതിര് വിട്ട് ഒന്നും പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അതിര് കടന്ന് സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ നോ പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ നോ പറയണം എന്നുള്ളതാണ്. അതല്ല, മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ പ്ലീസ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. അതുമാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കാം, പക്ഷേ ബുദ്ധി കൂടി ഉപയോഗിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പറയുന്നതും കേൾക്കും, പക്ഷേ നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അത് മനസ്സുകൊണ്ടാണ്, അല്ലാതെ പുറത്തത് നിങ്ങൾ കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി, പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വെക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്കുള്ളത്, അതായത് ഒരു തന്ത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് അതൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് അത് നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യവും വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യത്തിനും തെറ്റും ശരിയും അതിൻ്റെ യാഥാർത്ഥ്യവും ഒക്കെ നിങ്ങൾ കണ്ടെത്തി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്താൻ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ അപ്പിയറൻസിൽ ഒക്കെ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് സംശയം മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. ഇതിങ്ങനെയാണോ അല്ലെങ്കിൽ അതങ്ങനെയാണോ എന്ന് ആലോചിച്ച് സംശയം മാത്രമാണ് ഉണ്ടായിരുന്നു എങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യം കറക്റ്റാണ്
എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചില ആളുകൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ മുന്നിൽ കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഇതിലേതാണ് ശരി, ഇതിലേതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം, കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങൾ ചോയ്സ് എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് മാത്രം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഇമോഷണലി നിങ്ങളൊരു ചോയ്സ് എടുക്കാതിരിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നിങ്ങൾ ചോയ്സ് എടുക്കേണ്ടത് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് നിങ്ങൾ ഇവിടെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം അത് ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കാതിരിക്കുക, അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഈ ഒരു കാര്യത്തിന് ഞാനിപ്പം സങ്കടപ്പെടേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, ഈ ഒരു കാര്യത്തിന് ഞാനിപ്പം ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ നിങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങൾ ഇവിടെ പ്രതികരിക്കാതിരിക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ സ്വയം ചോദിച്ച് അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബാലൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഡൗൺ ആക്കി വെക്കാറുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നത് അത് നിങ്ങൾ മതിയാക്കണം എന്നുള്ളതാണ്. നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുന്നതും അതൊക്കെ ഒന്ന് മതിയാക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിൽ പോലും അതിൽ ഇടപെടുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യാതെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തോട് ശാന്തവും സ്ഥിരവുമായ ഒരു സമീപനം നിങ്ങളിവിടെ നിലനിർത്തണം എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു വ്യക്തിയെ ഒന്നിനു വേണ്ടിയും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിൽ പോലും അതൊക്കെ ഒന്ന് ബാലൻസിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അമിത ചിലവ് നിയന്ത്രിക്കണം എന്നൊരു ചിന്തയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹാങ്ഡ് ആണ്. ഇതിൽ സ്റ്റക്കായി നിന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് മൂവ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇത് ഇപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവാം, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനൊരു സാഹചര്യം നേരിടേണ്ടി വന്നത്, ഇത് നിങ്ങൾക്കൊരു ശിക്ഷയാണ് എന്ന് ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. ഈ ഡിലേ വരുന്ന പല കാര്യങ്ങളും നമുക്കുള്ളൊരു നന്മയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു ഡിലേ വരും. അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാട്ടിലും നല്ല കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ആ ഒരു കാര്യത്തിൽ ഡിലേ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിലേ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ദൈവമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അത് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിപ്പോൾ വേണ്ട എന്ന് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. നമുക്ക് നല്ല എന്തെങ്കിലും ഗിഫ്റ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തിന് ഒരു ഡിലേ വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ പുതിയ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കാര്യം സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ട്രൂത്ത് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ചില ആളുകളുടെ ഉദ്ദേശം എന്താണ്, ചില ആളുകളെ പറ്റിയുള്ള അവരുടെ ഒരു യഥാർത്ഥ സ്വഭാവം എന്താണ്, ഇതൊക്കെ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു എനർജി കാണുന്നുണ്ട്. സോൾ കണക്ഷനുള്ളൊരു റിലേഷൻഷിപ്പ് ആകാം, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. ചിലപ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പ് ആകാം, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്താവാം. നിങ്ങൾ ഇവിടെ ബിസിനസ് പാർട്ട്ണർഷിപ്പൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതുമാകാം. ഇവിടെ നമുക്ക് 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ
നിങ്ങൾ ഈ ഒരു സമയവും നിങ്ങളുടെ പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ആ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഓർക്കുന്നത്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രസൻറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പഴയ ചില ബന്ധങ്ങൾ, അതായത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോഴും നമുക്കത്രയും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകളായിട്ട് വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇന്നത്തെ ജീവിതം നഷ്ടപ്പെടുത്തിയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് കൂടി മനസ്സിലാക്കുക. ഇന്നത്തെ ജീവിതത്തെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിവിടെ മാറ്റണം എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മെസ്സേജോ കോളോ ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേയധികം ആളുകൾക്കും ആവശ്യമില്ലാത്ത പേടിയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഇന്നലെ ചിലപ്പോൾ ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഉറങ്ങാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇനി എൻ്റെ ഫ്യൂച്ചർ എന്താകും, ചില നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ വളർത്താൻ സഹായിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളായിട്ട് അതിന് വളം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഉറക്കമില്ല എന്നും കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് ഫോക്കസ് മാറ്റി വിടേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മാക്സിമം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വേറെന്തെങ്കിലും കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ വരും വരായികളെക്കുറിച്ചൊന്നും ഇവിടെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ വിട്ടുകളയുന്നു. എന്നാൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കകളൊന്നും നിങ്ങൾക്ക് ഇല്ലാതാനും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു പ്രസന്റ് മൂവ്മെന്റിനെ കുറിച്ച് മാത്രമാകാം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടിയത് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ ഒരു പ്രസന്റ് മൂവ്മെന്റിനെ കുറിച്ച് മാത്രമാണ് ചിന്തകൾ വരേണ്ടിയത്. ആ ഒരു പ്രസന്റ് മൂവ്മെന്റിൽ നമുക്ക് എങ്ങനെ മനോഹരമായിട്ട് ജീവിക്കാം, എങ്ങനെ വിഷമങ്ങൾ മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാം, നമുക്കുള്ള കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ സംതൃപ്തിയോടെ നന്ദി പറഞ്ഞ് ജീവിക്കാം, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ഭയത്തെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് നിങ്ങൾ ഈ ഒരു സമയം മാറി നിൽക്കുമെന്നുള്ളതാണ്. വേണ്ടാത്ത മോശം കൂട്ടുകെട്ടുകൾ കട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം. അതായത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിച്ച് നൽകുന്ന ആൾക്കാരുമായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റും വേണ്ട എന്ന് നിങ്ങളിവിടെ തീരുമാനിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഗൈഡൻസും ഇനി എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഇൻറ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കണോ അല്ലെങ്കിൽ അത് ബുദ്ധി പറയുന്നത് കേൾക്കണോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും ഒരുമിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണിത്. ഇതാണോ ശരി അല്ലെങ്കിൽ അതാണോ ശരി എന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ മുക്തരായി നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു സമയം. അതായത് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളിലും ശ്രദ്ധയും ഒരു ഊർജവും ഒന്നുമില്ലായിരുന്നുവെങ്കിൽ ആ ഒരു ശ്രദ്ധയും ഊർജവും ഒക്കെ തിരികെ ലഭിച്ച്
കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തതയോടെ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒഴുക്കിലൂടെ പോവുക, അല്ലാതെ നിങ്ങളതിനെ മുറിച്ചു കടക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അതായത് വരുന്നത് വരട്ടെ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഈ ഒരു ഫുൾ കാർഡൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്തും വരട്ടെ, എന്ത് വന്നാലും ഞാൻ നേരിടും എന്നൊരു ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോയിൽ പോകാൻ പറ്റാത്തത് നടന്ന സംഭവങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തതിനാലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പകുതി ആശ്വാസം കിട്ടും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ഇന്നർ വോയിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ സോള് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സമയം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ്. അതായത് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഒരു ഫെമിനിയൻ എനർജിയാണ്. ടാരോയിൽ ഇതൊരു ദേവീഭാവമാണ്. അതായത് നിങ്ങൾ ഉപാസിക്കുന്ന ദേവത നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, നിങ്ങളത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പുറത്തുള്ള കുറേ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കിട്ടുന്ന മെസ്സേജ് ഒന്നും ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ചില ഹിന്റ് അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അത് ഇന്ന കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളുടെ മുന്നിലുള്ള പ്രകൃതിയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ഈ സമയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ പ്രപഞ്ചവുമായി കൂടുതൽ കണക്റ്റ് ആകുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ വോയിസ്, അതായത് ഇൻറ്റ്യൂഷൻ, നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ വെറും തോന്നലുകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ റിബലും അതുപോലെ പ്ലേഫുൾനെസ്സും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇവിടെ ജീവിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അതായത് മറ്റുള്ളവർ എന്തു പറയും എന്ന് വിചാരിച്ച് അവരുടെ നിയന്ത്രണങ്ങളിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് പോകുന്നൊരു എനർജി കാണുന്നുണ്ട്. കാര്യങ്ങളെ നിങ്ങൾ നിഷ്കളങ്കതയോടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലെ സങ്കടവും ടെൻഷനും ഒക്കെ മാറ്റി മനസ്സ് വളരെ സന്തോഷമാക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നും നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കുന്നുണ്ട്. അത് എനിക്കിത് തീർത്തേ പറ്റൂ, ഇത് വലിയ പ്രശ്നങ്ങളാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു ചിന്തകളിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുന്നുണ്ട്. ഈ ഒരു സമയം പുറത്തെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് കാര്യങ്ങളെ പേടിയില്ലാതെ നേരിടാനും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഒക്കെയുള്ളൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുമെന്നും കാണുന്നുണ്ട്. സ്വന്തം കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന പേടികളെയെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.